ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പുരുഷന്മാരെല്ലാവരും തന്നെ ഈ ഒരു കാര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ചു വെക്കുക. നിങ്ങൾക്ക് എന്താണെന്ന് യൂസ്ഫുൾ ആകുന്നൊരു ടോപ്പിക്ക് തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എത്ര നിർബന്ധിച്ചാലും നിങ്ങൾ പുരുഷന്മാർ പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു പെൺകുട്ടി ഒരു പുരുഷനോട് എത്ര നിർബന്ധിച്ച് ചോദിച്ചാലും നിങ്ങൾ പറയാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൾഡ് ലവ് സ്റ്റോറിയാണ്. അതായത് കുറേ അധികം ആളുകൾക്കും റിലേഷൻഷിപ്പൊക്കെ ഉള്ളവരാണല്ലോ. ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു പെൺകുട്ടിയായിട്ട് വീണ്ടും സെറ്റായി. ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് നിങ്ങളുടെ പഴയ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റോറിയൊക്കെ ഒന്ന് പറയാൻ. അങ്ങനെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പഴയ പെൺകുട്ടിയുടെ പേര്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര വർഷം പ്രണയിച്ചു, പിന്നെ നിങ്ങൾ എത്രമാത്രം അവരെ ഇഷ്ടപ്പെട്ടിരുന്നു, ഈ കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ അവരോട് പറയാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്താണെങ്കിലും ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയും. അപ്പം ജസ്റ്റ് ആ കാര്യങ്ങൾ മാത്രം പറയുക, അല്ലാതെ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പറയാം എനിക്ക് പണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അല്ലാതെ ആ കാര്യങ്ങൾ എത്ര വർഷം, ആ ഒരു പെൺകുട്ടിയുടെ പേര്, നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയിൽ എന്തായിരുന്നു ഇഷ്ടപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അതൊരു അടിയിലായിരിക്കും നിൽക്കുക. അതായത് പിന്നീട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ വൈഫിനോട് വഴക്കുണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പഴയ കാര്യം എടുത്തിടുകയും അത് വീണ്ടും വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓൾഡ് ലവ് സ്റ്റോറിയൊക്കെ പറയാം, പക്ഷേ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് എത്ര നിർബന്ധിച്ചാലും നിങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ക്രഷിൻ്റെ കാര്യമാണ്. അതായത് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ടൈമിൽ നിങ്ങളുടെ പെൺകുട്ടി അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് നിങ്ങളുടെ വൈഫ് നിങ്ങളോട് ചോദിക്കുകയാണ് ഞാനല്ലാതെ വേറെ ആരോടെങ്കിലും നിങ്ങൾക്ക് ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന്. നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് പറയും. ആരോടെങ്കിലുമൊക്കെ ക്രഷ് തോന്നിയിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് പറയും. പക്ഷെ പറയുന്ന ടൈമിൽ വലിയൊരു റിയാക്ഷനും കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് കാണിക്കില്ല. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ വഴക്കായി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം എടുത്തിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കുക. അതല്ലാതെ ആ ഒരു കാര്യം ഓപ്പണായിട്ട് നിങ്ങളുടെ പെൺകുട്ടിയോട് പറയാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അത് വഴക്കിലേ തീരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, റിലേഷൻഷിപ്പൊക്കെ ഉള്ള ഫ്രണ്ട്സ്, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, കമ്പാരിസൺ ആണ്. അതായത് ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കാര്യം നിങ്ങളുടെ ഓൾറെഡി ഇപ്പോൾ ഉള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോട് പറഞ്ഞു. ഒരു ഉദാഹരണം പറയാം, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെൺകുട്ടി. ഈ ഒരു പെൺകുട്ടീനെ നിങ്ങളുടെ വൈഫിനും അറിയാവുന്ന ഒരു കുട്ടിയായിരിക്കണം. നിങ്ങൾ ആ ഒരു കുട്ടിയുടെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ വൈഫിനോട് പറഞ്ഞു. ഇനി അടുത്ത ദിവസം നിങ്ങളുടെ പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അവരെ കൂട്ടി എന്തെങ്കിലും ഒരു കമ്പാരിസൺ നിങ്ങളോട് ചോദിക്കും. അതായത് ആ ഒരു പെൺകുട്ടിയുടെ മുടിയാണോ നല്ലത്, അതോ എൻ്റെ മുടിയാണോ നല്ലത്. അതിപ്പം മുടി എന്ന് പറയുമ്പോഴത്തേക്കും ഹെയർ കളറാവാം. ആ ഒരു പെൺകുട്ടി മുടി ചെയ്തേക്കുന്ന കളറാണോ നല്ലത്, അതോ എൻ്റെ മുടിയിൽ ഞാൻ ചെയ്തേക്കുന്ന കളറാണോ നിങ്ങൾക്കിഷ്ടം. ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പറയാണ് അവളുടെ കുറച്ചുകൂടി ഭംഗിയുണ്ട് എന്നെങ്ങാനും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പോൾ വഴക്കുണ്ടാക്കിയാലും ഈ ഒരു കാര്യം എടുത്തിടുകയും അത് വീണ്ടും വീണ്ടും വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ കമ്പാരിസണൊക്കെ ആയിട്ട് നിങ്ങളുടെ വൈഫാണ് വരുന്നതെങ്കിൽ പോലും നിങ്ങളൊക്കെ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടി എത്ര നിർബന്ധിച്ചാലും നിങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ചിലവ് എത്രയാണ്,
തുടങ്ങി നിങ്ങളുടെ ചിലവിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങൾ ഒന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പെൺകുട്ടി അല്ലെങ്കിൽ വൈഫിനോട് ഷെയർ ചെയ്യാതിരിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ചില പെൺകുട്ടികളുണ്ട്, എല്ലാവരും അല്ല, അവർ മണി അല്ലെങ്കിൽ പൈസയ്ക്കായിരിക്കും അവർക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ. പൈസ നോക്കി സ്നേഹിക്കുന്നവരും ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ ഒരാളുടെ മനസ്സ് നോക്കി സ്നേഹിക്കുന്നവരും ഉണ്ട്. അത് പക്ഷേ ഭയങ്കര റെയർ ആയിട്ടുള്ള പെൺകുട്ടിയായിരിക്കും. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് എന്താണോ ആ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഒരു പെൺകുട്ടിയോട് പറയാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പെൺകുട്ടി എത്ര ചോദിച്ചാലും നിങ്ങൾ വേറെ പെൺകുട്ടികളെ പൊക്കി പറയാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കമ്പാരിസണിൻ്റെ കാര്യം, പക്ഷെ അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റാണ് ഈ ഒരു കാര്യം. അതായത് നിങ്ങൾ മറ്റ് പെൺകുട്ടികളെക്കുറിച്ച് എന്നും പൊക്കി പറയും. അതായത് ഞാൻ ആ ഒരു പെൺകുട്ടീനെ കണ്ടു, അവൾ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യത്തോടു കൂടിയായിരിക്കും പറയുന്നത് നിങ്ങളുടെ വൈഫിനോട്. ആ ഒരു കുട്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ വൈഫ് ഈ ഒരു പെൺകുട്ടീനെ ആ ഒരു ടൈം നിങ്ങളുടെ ഒപ്പം നിന്നിട്ട് പൊക്കി പറയും. അതായത് അവൾ ചെയ്യുന്ന നല്ല കാര്യമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ പൊക്കി പറയും. പക്ഷേ പിന്നീട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വേറൊരു കാര്യമായിട്ട് വരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും. അതായത് ആ ഒരു പെൺകുട്ടിയുടെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം, ആ ഒരു കാര്യം തന്നെ നിങ്ങളുടെ പെൺകുട്ടി വീണ്ടും നിങ്ങളോട് പറയും. എന്നിട്ട് ചോദിക്കും, ശരിയല്ലേ, അവൾ അങ്ങനെയല്ലേ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ ഉള്ളിൽ നല്ല കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നിങ്ങളത് സമ്മതിച്ചും കൊടുക്കും. അതായത് ആ ഒരു പെൺകുട്ടിയുടെ നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവത്തിനെ കുറിച്ചിട്ടായിരിക്കും നിങ്ങളുടെ വൈഫ് നിങ്ങളോട് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളായിരിക്കും നിങ്ങളുടെ വൈഫിനോട് പറഞ്ഞു കൊടുത്തത്. നിങ്ങളത് സമ്മതിച്ചു. നിങ്ങളുടെ വൈഫ് പറയാണ് ആ ഒരു പെൺകുട്ടിയുടെ സ്വഭാവം നല്ലതാണ് അല്ലേ, നിങ്ങൾ പറയാണ് അതെ എന്ന് പറയാണ്. അപ്പോൾ ഒന്നും വലിയ റിയാക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ പെൺകുട്ടി എടുത്തിടുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ കാര്യമായിരിക്കും. നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ അവളുടെ സ്വഭാവമല്ലേ നല്ലത്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പെൺകുട്ടിയോട് പോയി മിണ്ടിയാൽ മതി. ഇത്തരത്തിലായിരിക്കും സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ പിന്നീട് നിങ്ങളോട് പെരുമാറുക. അതുകൊണ്ട് നിങ്ങളുടെ വൈഫാണെങ്കിൽ പോലും നിങ്ങളോട് ഒരു കാര്യം പൊക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാതിരിക്കുകയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പറയാം, നിൻ്റെ അത്ര നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയൊന്നുമല്ല അത്, നിനക്കാണ് നല്ല സ്വഭാവം, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. മറിച്ച് നിങ്ങളുടെ വൈഫ് പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സൈഡ് കൂടി ആ ഒരു ടൈം ആ ഒരു പെൺകുട്ടിയെ പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വന്ന വഴക്കിന് ഒക്കെ ഉത്തരവാദി നിങ്ങളായിരിക്കും. അതായത് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ പെൺകുട്ടി പിന്നെ നിങ്ങളോട് വഴക്കുണ്ടാക്കുക. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം ടിപ്സുകളും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.